വളർത്തി വലുതാക്കിയ മക്കളുടെ മരണം കൺമുന്നിൽ കാണേണ്ടി വരുന്നതിൽ പരം വേദന മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അബോധാവസ്ഥയിൽ കിടന്നിട്ടും മകളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കി ഈ മാതാപിതാക്കൾ മകളെ പരിചരിച്ചത്. എന്നെങ്കിലും ഒരു ദിവസം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷകളെല്ലാം ബാക്കിയാക്കി വാണി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. വെറും 24 വർഷം മാത്രമാണ് അവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായത്. ഒരു അഭിഭാഷക ആകണമെന്നായിരുന്നു ചെറുപ്പം മുതലേയുള്ള വാണിയുടെ ആഗ്രഹം. അതിനായി അച്ഛൻ സോമശേഖരനും അമ്മ മായയും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ വക്കീൽ പഠനം പൂർത്തിയാക്കാനിരിക്കെ ആകസ്മികമായി വാണിയെ വിധി പരീക്ഷിക്കുന്നത്. അന്നു മുതൽ പ്രാർത്ഥനയോടെ തന്റെ മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു വാണിയുടെ മാതാപിതാക്കൾ. വാണിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം അവർ ചെയ്തു. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് വാണി മരണത്തിന് കീഴടങ്ങി. 2023 സെപ്റ്റംബർ 21 ആ ദുരന്തം അരങ്ങേറുന്നത്. സാധാരണത്തെ പോലെ രാവിലെ വീട്ടിൽ നിന്നും ഏറ്റുമാനൂർ CSI കോളേജിലേക്ക് പോയതായിരുന്നു വാണി. തുടർന്ന് കോളേജിന് മുന്നിൽ വെച്ച് റോഡ് കുറുകെ കടക്കുന്നതിനിടെ അതിവേഗത്തിലെത്തിയ ഒരു കാർ വാണിയെ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വീഴ്ചയിൽ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആദ്യം തൊള്ളക്കത്തെ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ആരോഗ്യനില ഗുരുതരമായതോടെ അവിടെ നിന്നും വെല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നീണ്ട 12 മാസത്തോളം ചികിത്സയിൽ തുടർന്നു. അതിനുശേഷം കഴിഞ്ഞ 3 മാസമായി വീട്ടിൽ വെന്റിലേറ്റർ സൗകര്യം ഒരുക്കിയിരിക്കുകയായിരുന്നു. വാണിയെ മാതാപിതാക്കൾ പരിചരിക്കുന്നത് ചെറിയൊരു ജീവന്റെ കണിക പോലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ ആ കുടുംബത്തിന്റെ പ്രാർത്ഥനകളെല്ലാം വിഫലമായി കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാണി യാത്ര പറയുന്നത്. അമ്പലപ്പുഴയിൽ ഒരു ജ്വല്ലറി നടത്തുകയാണ് വാണിയുടെ പിതാവായ സോമശേഖരൻ. വാസുദേവ് ആണ് വാണിയുടെ സഹോദരൻ. പലപ്പോഴും ബിസിനസ് പോലും വീട്ടാണ് മകൾക്ക് വേണ്ടി കാത്തിരുന്ന കഴിഞ്ഞ കുറച്ചുകാലം കടന്നുപോയത്. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം കാത്തിരിപ്പുകൾക്കും അവസാനമെന്നോണമാണ് ഇന്നലെ ഉച്ചയോടെ വീണയുടെ അന്ത്യം സംഭവിച്ചത്. 24-കാരിയായ പെൺകുട്ടിയായിരുന്നു വീണ. ഏക സഹോദരൻ വാസുദേവുമായി വലിയ ചങ്ങാത്തത്തിലുമായിരുന്നു. 2023 സെപ്റ്റംബർ 27 ഏറ്റുമാനൂർ CSI ലോ കോളേജിന് മുന്നിൽ വെച്ച് വീണയുടെ ജീവിതം തകർത്തെറിഞ്ഞ അപകടം സംഭവിച്ചത്. തുടർന്ന് വീണയുടെ സഹപാഠികളും പ്രിയപ്പെട്ടവരുമെല്ലാം ഏറെ സങ്കടത്തിലായിരുന്നു. നിയമ വിദ്യാർത്ഥി എന്നതിലുപരി സംഗീതമേറെ ഇഷ്ടമായിരുന്ന വീണ അമ്മയുടെ പ്രിയപ്പെട്ട മകൾ കൂടിയായിരുന്നു. മുമ്മു എന്നായിരുന്നു എല്ലാവരും വീണയെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. 24-കാരിയുടെ ഈ മരണം ഒരു നാടിനെ ഒന്നടക്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്.